ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ദൈവം നിങ്ങൾ ഓരോരുത്തരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാനൊരു കണ്ട കാര്യം ഒരു ഉദാഹരണമായിട്ട് ഉപയോഗിച്ചിട്ടാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഒരു ടോക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ റബ്ബർ തോട്ടത്തിൽ നിന്നൊക്കെ വരുന്ന ചെറിയ പ്രാണി ബീറ്റിൽസ് പോലത്തെ ഒരു പ്രാണി അതൊത്തിരി ഇങ്ങനെ വീട്ടിലേക്ക് വന്നു. ഞാൻ എയർ ഹോൾസൊക്കെ അടച്ചു, വിൻഡോസൊക്കെ അടച്ചു. അപ്പോൾ ആ എയർ ഹോൾസിൻ്റെ ഒപ്പം തന്നെ അടച്ചതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ കൂടെ ഹിറ്റടിച്ചു. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ കാഴ്ച ഒരു ജീവി അതിനകത്തൊരു പ്രാണി അകത്തേക്ക് വരാൻ ശ്രമിച്ചിട്ട് അതിന് പറ്റുന്നില്ല. അത് വന്നു, പക്ഷേ അത് തലയിറങ്ങി അങ്ങനെ താഴേക്ക് വീണു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. നല്ല രസകരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. അത് താഴെ വീണു. അപ്പോൾ ഞാൻ അത് വന്നപ്പോൾ തന്നെ ഞാൻ ഓർത്തു അത് കൊല്ലണോ വേണ്ടത് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് ഒന്നും ചെയ്യേണ്ടി വന്നില്ല, തന്നെത്താനത് താഴെ വീണു. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് എനിക്കൊരു കാര്യം ദൈവം ഓർമ്മപ്പെടുത്തി തന്നു പറയുമ്പോൾ, പാമ്പ് കടി ഏറ്റവനെ പിന്നെ കൊല്ലേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തർ മനുഷ്യനാണെങ്കിൽ, അവൻ യേശുക്രിസ്തു രക്ഷയായിട്ട് സ്വീകരിക്കാത്തവനാണെങ്കിൽ അവൻ വിഷത്തിൻ്റെ അംശമുള്ളവനാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങനെയായിരുന്നു. ഞാനൊക്കെ ആ കൂട്ടത്തിലായിരുന്നു, വിഷത്തിൻ്റെ അംശമുള്ളവനായിരുന്നു. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ രക്ഷകനെ ഞാൻ വിശ്വസിച്ച് കണ്ടപ്പോൾ, ആ യേശുവിനെ കണ്ട് വിശ്വസിച്ചപ്പോൾ തന്നെ ആ പാമ്പ് കടിയുടെ വിഷത്തിൻ്റെ അംശം എന്നിൽ നിന്ന് മാറി നിത്യജീവൻ എന്നിലേക്ക് വന്നു. അപ്പം എന്ന് പറയുമ്പോൾ നിത്യജീവൻ എൻ്റെ ആത്മാവിൽ വന്നു. അതിൻ്റെ പ്രതിഫലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ മൈൻഡ് റിന്യൂ ആകുന്നത്, ബോഡിയിൽ ഹെൽത്ത് വരുന്നത്, സകലം നമുക്ക് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് കാണാൻ സാധിക്കും. പഴയ നിയമത്തിൽ മോശ ഇതുപോലെ തന്നെ പാമ്പ് കടി ഏറ്റവരെ അവർ മരിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, ഒരു തൂണെടുത്തിട്ട് പിച്ചള സർപ്പം ഉണ്ടാക്കിയിട്ട് നമ്മൾ കെട്ടാൻ പറഞ്ഞു. അതിലേക്ക് നോക്കുന്ന ഓരോരുത്തരും ആ പാമ്പ് കടിയുടെ വിഷത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടതുപോലെ തന്നെ പുതിയ നിയമത്തും കാണാൻ സാധിക്കും. യേശു ക്രിസ്തുവിനെ ക്രൂശിൽ ഉയർത്തി, ആ ഉയർത്തിയ യേശുവിൽ ആര് വിശ്വസിക്കുന്നു, യേശു എൻ്റെ പാപ പരിഹാര ബലിക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് എനിക്ക് വേണ്ടിയാണ്. അവിടെ പിതാവിൻ്റെ പക്ഷത്തിരുന്ന് എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നത്, എനിക്ക് വേണ്ടി പ്ലീഡ് ചെയ്യുന്നത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇത് നമ്മൾ വിശ്വസിക്കുമ്പോൾ, ആ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ, എങ്ങനെ സ്വീകരിക്കും? അധരം കൊണ്ട് ജസ്റ്റ് ഏറ്റു പറഞ്ഞാൽ മതി, കർത്താവ് എൻ്റെ രക്ഷകനാണ്, കർത്താവ് എൻ്റെ ഹൃദയത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ദിവ്യ സാന്നിധ്യം, വലിയ സാന്നിധ്യം വരും. ഒരു കുളിരും, ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ചൂട് കെട്ടുന്ന ഒരു അനുഭവമായിരിക്കും, ചിലപ്പോൾ ഒന്നും തോന്നില്ല, പക്ഷേ ഒരു അനുഭവം ഉണ്ടാവും. നിങ്ങളുടെ അനുഭവം എന്ന് പറയുമ്പോൾ പ്രത്യക്ഷതയിലാണെങ്കിലും ഇല്ലെങ്കിലും അത് നിങ്ങളുടെ ആത്മാവിൽ അറിയാൻ പറ്റും. എനിക്കൊരു രൂപാന്തരം സംഭവിച്ചിട്ടുണ്ട്, ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നൊന്നായി നന്മകൾ വരുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഇത്ര നാൾ നമ്മൾ പ്രയത്നിക്കാത്ത, ഇത്ര നാൾ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നേടാത്ത അധ്വാനങ്ങളെല്ലാം ദൈവം ഒന്നൊന്നായി നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി തരും. ദൈവം നിങ്ങളെ ഈ ടോക്കിനാൽ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു വിത്ത് ഷോർട്ട് ടോക്ക്.